ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാടിലെ 5-ാമത്തെ അധ്യായമാണ് നാം ഇപ്പോൾ പഠനത്തിനും ധ്യാനത്തിനും വിഷയമാക്കുന്നത്. അഞ്ചാം അധ്യായം 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിൽ, ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ട പോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെളിപാടിലെ 4-5 അധ്യായങ്ങളാണ് നാം പഠന വിഷയമാക്കിയത്. വെളിപാടിൻ്റെ ഘടനയിൽ ഈ 4-5 അധ്യായങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. 4-ാം അധ്യായത്തിലാണല്ലോ വെളിപാടിലെ ദർശന ഭാഗം തുടങ്ങുന്നത്. അപ്പോൾ ഈ ദർശന വിവരണത്തിലെ അടിസ്ഥാന ചിന്തകളാണ് ഈ 4-5 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ സ്വർഗസ്ഥനായ സിംഹാസനസ്ഥനായ ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതമെല്ലാം സൃഷ്ടാവായ ദൈവത്തിൽ അടിയുറച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് അതുവഴിയായിട്ട് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നും അത് അർത്ഥമാക്കുന്നു. ഇനി 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ചരിത്ര വിവരണത്തിലെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യകുലത്തെ രക്ഷിക്കുന്നത് യേശുവിലൂടെയാണ്. അപ്പോൾ ആ രക്ഷാകര കർമ്മത്തിൻ്റെ അടിസ്ഥാന ഭാവങ്ങളാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിനെ നാം കാണുന്നു. ഈ കുഞ്ഞാടിൻ്റെ വിവരണങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഗഹനമായിട്ട് ഇറങ്ങിച്ചെല്ലാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കുഞ്ഞാടിന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലും യേശുവിനെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ അവിടെ ആ കുഞ്ഞാട് എന്നതിന് യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗ്രീക്ക് ഭാഷയിൽ ആംനോസ് എന്നാണ് എന്ന് നാം കണ്ടു. ഇനി വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാട് എന്ന പരിഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഗ്രീക്ക് ഭാഷയിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആർണിയോൺ എന്ന പദം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, എങ്കിലും ഒന്നുകൂടി അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ആർണിയോൺ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ആട്ടുകൊറ്റൻ എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. എന്ന് വെച്ചാൽ തിന്മകളുടെ ശക്തിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ശക്തനായിട്ടുള്ള ഒരു കുഞ്ഞാടിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലുള്ള 6-ാമത്തെ വാക്യത്തെ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം. ആദ്യം ഈ കുഞ്ഞാടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട പോലെ എന്നാണ്. കൊല്ലപ്പെട്ടതുപോലെ ഉള്ള കുഞ്ഞാട്. അപ്പോൾ കൊല്ലപ്പെടുക, വധിക്കപ്പെടുക, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് പദം സ്ഫാറ്റ്സോ, എസ്ഫാക് മെനോൺ, കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കപ്പെടുക എന്ന ഒരു അർത്ഥം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ പെസഹ കുഞ്ഞാടിന് ബലിയർപ്പിക്കുന്ന ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ. അപ്പോൾ കൊല്ലപ്പെട്ട ഈ കുഞ്ഞാട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു? യാതൊരു സംശയവും വേണ്ട, അത് യേശുവിൻ്റെ പീഡാനുഭവ മരണത്തെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ കുരിശിലേറിയ യേശുവിനെ അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണിത്, കൊല്ലപ്പെട്ട പോലെ ഉള്ള കുഞ്ഞാട്. ഇനി കൊല്ലപ്പെട്ട പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വേറെയും ചില ധ്വനികളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടു? മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായിട്ട്. ഇപ്പോൾ മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായിട്ടാണ് അവിടുന്ന് വധിക്കപ്പെടുന്നത്, കുരിശിലേറുന്നത്. ഇനി
മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായിട്ട് അവിടുന്ന് എന്താണ് ചെയ്തത്? അന്നുണ്ടായിരുന്ന തിന്മകളുടെ ശക്തിക്കെതിരായിട്ട് അവിടുന്ന് പോരാടി. അപ്പോൾ തിന്മകളുമായിട്ടുള്ള ഒരു പോരാട്ടവും ഈ ചിത്രത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ക്രിസ്തു ഭാഷ്യത്തിൻ്റെ ഒരു മർമ്മം തന്നെ നമുക്ക് ഇവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. തിന്മകൾക്കെതിരെ യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയാണ് അവിടുന്ന് മനുഷ്യരക്ഷ സാധ്യമാക്കിയത്. അപ്പോൾ യേശുവിൻ്റെ പീഡാനുഭവവും വേദനാജനകവുമായ മരണവും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഇപ്പോൾ കുരിശിലൂടെയാണല്ലോ അവിടുന്ന് സർപ്പത്തിൻ്റെ തല തകർക്കുന്നത്. ഇനി ഈ മരണത്തിലൂടെയാണ് അവിടുന്ന് ജീവനിലേക്ക് കടക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ രണ്ടാമത്തെ വളരെ അപ്രധാനമെന്ന് തോന്നാവുന്ന വേറൊരു പദം, പോലെ എന്നുള്ള പദം. കൊല്ലപ്പെട്ടതുപോലെ എന്നാണ് കൊല്ലപ്പെട്ടതുപോലെ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പോലെ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥസാധ്യതകളാണ് ഉള്ളത്. കൊല്ലപ്പെട്ടതുപോലെ, അതായത് ഇപ്പോൾ അവിടുത്തെ മേൽ മരണത്തിന് യാതൊരു ശക്തിയുമില്ല. ശരിയാണ്, അവിടുന്ന് കുരിശിൽ മരിച്ചു. പക്ഷേ അവിടുന്ന് ആ മരണത്തിലൂടെ തിന്മയുടെ ശക്തിയെല്ലാം തകർത്ത് കളഞ്ഞു. സർപ്പത്തിൻ്റെ തല തകർത്തു. അപ്പോൾ ഇനിമേൽ ആ മരണത്തിന്, നാരകീയ ശക്തികൾക്ക്, തിന്മകളുടെ ശക്തികൾക്ക് അവിടുത്തെ മേൽ യാതൊരു ശക്തിയുമില്ല. ഇനി അതുപോലെ തന്നെ ഇത് കടന്നുപോയ അവിടുത്തെ മരണത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല്ലപ്പെട്ടതുപോലെ എന്ന് പറയുമ്പോൾ കുരിശിൽ മരിച്ച് തിന്മയെ ഇല്ലായ്മ ചെയ്ത യേശുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിൽക്കുവാൻ സാധിക്കുക? ഒരു വൈരുദ്ധ്യാത്മകത ഈ ഒരു പ്രതീകത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. കൊല്ലപ്പെട്ട ആ കുഞ്ഞാട് താഴെ കിടക്കുകയല്ലേ ഉള്ളൂ. പക്ഷേ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ യോഹന്നാൻ ഇവിടെ അർത്ഥമാക്കുക? നിൽക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം, അത് ഗ്രീക്ക് ഭാഷയിൽ ഹിസ്റ്റേമി എന്നുള്ള ഒരു പദം. അത് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന പദമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഈ ഹിസ്റ്റേമി, നിൽക്കുക എന്നുള്ള പദം. അപ്പോൾ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് എന്ന് പറയുമ്പോൾ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അടിസ്ഥാന ഭാവം നിൽക്കുക എന്നതാണ്, അതായത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അപ്പോൾ തൻ്റെ മരണത്തിലൂടെ നാരകീയ ശക്തികളെ, തിന്മകളുടെ ശക്തികളെയെല്ലാം പരാജയപ്പെടുത്തി അതിനെ ഇല്ലായ്മ ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് രക്ഷ നമുക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഈ ഒരു പ്രതീകത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ മരണവും അതുപോലെ തന്നെ യേശുവിൻ്റെ ഉത്ഥാനവും ഇവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു രംഗം, തോമസിന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ആ ചില വിവരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു കൈകളും പാർശ്വവും കാണിച്ചു എന്ന് വെച്ചാൽ എന്താണ് കാണിക്കുന്നത്? അവിടുത്തെ തിരുമുറിവുകൾ. തിരുമുറിവുകൾ എന്തിൻ്റെ പ്രതീകമാണ്? യേശുവിൻ്റെ മരണത്തിൻ്റെ. എന്നാൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനുമാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണിക്കുന്ന അതിന് സമാനമായിട്ടുള്ള ചിത്രം തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അന്ന് പീഡാസഹനങ്ങളിലൂടെ, മതമർദ്ദനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നുപോയ ആദിമസഭയ്ക്ക് ആശ്വാസം അരുളുന്നു എന്നൊക്കെ പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു
അവരെ പീഡകളിൽ നിന്ന് അവർക്ക് മുന്നോട്ട് നോക്കുവാനായിട്ട്, പ്രത്യാശയോടെ മുന്നോട്ട് നോക്കുവാനായിട്ടുള്ള ഒരു ആത്മബലം നൽകുന്നു എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ആശയം കൂടി ഇവിടെയുണ്ട്. അന്നാളുകളിൽ ആദിമ സഭയുടെ മുന്നിലുണ്ടായിരുന്ന പ്രലോഭനം എന്തായിരുന്നു? അവർ ജീവിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ മോടിയിൽ, അതിൻ്റെ ആഡംബരത്തിലൊക്കെ മയങ്ങി ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥിതികളെ പിൻചെല്ലുവാനായിട്ടുള്ള പ്രലോഭനം തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. തങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എത്തിച്ചേരുവാനായിട്ട് യേശുവിൻ്റെ പിന്നാലെ കുരിശിൻ്റെ പാതയിലൂടെ നടക്കണം എന്നുള്ള കാര്യം കൂടി യോഹന്നാൻ ഇവിടെ ഈ ഒരു പ്രതീകത്തിലൂടെ ഇവരെ അനുസ്മരിപ്പിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ മൃഗവുമായിട്ട് മല്ലിട്ട്, അതായത് തിന്മകളുടെ ശക്തികളുമായിട്ട് മല്ലിട്ട് അവരെ തോൽപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ വിജയം വരിക്കുന്നവർ യേശുവിൻ്റെ ഈ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ യോഹന്നാൻ അർത്ഥമാക്കുന്ന വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി യേശു കുരിശുമരണത്തിലൂടെ ഇവരെയെല്ലാം തൻ്റെ ദൈവജനമായിട്ട്, പുരോഹിത ജനമായിട്ട് മാറ്റി. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. അപ്പോൾ ഈ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് അന്നത്തെ ആദിമ സഭയ്ക്കും ശക്തി പകരുന്ന ഒരു പ്രതീകം തന്നെയാണ്. അവർക്ക് അവരുടെ വേദനകളിൽ, കഷ്ടപ്പാടുകളിൽ അവർക്ക് ആശ്വാസം നൽകുന്നു. ഇനി ഇവർ ക്രിസ്തുവിനെ പോലെ തിന്മകളുടെ ശക്തികളുമായിട്ട് പോരാടി അതിനെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ അവർ എന്താണ് സ്വന്തമാക്കുന്നത്? അവർ ദൈവത്തിൻ്റെ പുരോഹിത ജനമായിട്ട് മാറുന്നു. അപ്പോൾ ഇവരെയാണ് നമ്മൾ പിന്നീട് 14-ാം അധ്യായത്തിൽ സിയോൺ മലമേൽ നിൽക്കുന്ന 144,000 പേരെ നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയം വരിക്കുന്നവരെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതോടൊപ്പം ഇനി ഇവരെക്കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ റോമൻ സാമ്രാജ്യത്തിൽ അവിടെയുള്ള പ്രജകൾ രാജാവിന് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് മാത്രം വിധിക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. അവരെയൊക്കെ രാജാക്കന്മാർ, ചക്രവർത്തിമാർ ചൂഷണം ചെയ്യുന്നു. എന്നാൽ ഈ പുതിയ ഈ ദൈവരാജ്യത്തിൽ ഇവരെല്ലാം ദൈവത്തോടൊപ്പം അവിടുത്തെ സിംഹാസനത്തിലിരിക്കും, അവിടത്തോടൊപ്പം വാഴും എന്ന് നാം കാണുന്നുണ്ട്. അത് 22-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും. അപ്പോൾ യേശുവിൻ്റെ ഈ കുരിശിൻ്റെ പാതയിലൂടെ നടന്ന് അവിടുത്തെ ഉദ്ധാനത്തിൽ പങ്കുചേരുന്നവർ അവിടുത്തെ മഹത്വത്തിലും പങ്കുചേരും എന്നുള്ള ആ വലിയൊരു പ്രതീക്ഷയാണ് ഈ ഒരു ചിത്രത്തിലൂടെ അന്നത്തെ ആദിമ സഭയ്ക്ക് പകർന്ന് നൽകുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നടക്കാം. കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. ഇനി കുഞ്ഞാടിനെ കുറച്ചുകൂടി വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു, അവന് 7 കൊമ്പും 7 കണ്ണുകളുമുണ്ട്. അവ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ 7 ആത്മാക്കളാണ്. എന്താണ് ഈ പ്രതീകങ്ങൾ അർത്ഥമാക്കുന്നത്? 7 കൊമ്പും 7 കണ്ണുകളും. അപ്പോൾ 7 കൊമ്പ് നമുക്കറിയാം, അത് ശക്തിയുടെ പ്രതീകമാണ്. ഇത് 7 കൊമ്പെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് അപരിമേയമായിട്ടുള്ള ശക്തിയെ സൂചിപ്പിക്കുന്നു. ഇനി കൊമ്പ് എന്നുള്ള പദം അത് മിശിഹായെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സങ്കീർത്തനം 132:17 അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിഷിക്തനായി ദാവീദിനെ ഒരു കൊമ്പ് മുളപ്പിക്കുമെന്ന് പറയുമ്പോൾ ദാവീദിന് ഉള്ള മിശിഹായ്ക്ക് നൽകുന്ന ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 7 കൊമ്പുകൾ അപരിമേയമായിട്ടുള്ള ശക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തിന് എതിരെയുള്ള ശക്തിയാണ്? തീർച്ചയായിട്ടും അത് തിന്മകളുടെ ശക്തികൾക്ക് എതിരെയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ തിന്മകളെയും തോൽപ്പിക്കുവാനായിട്ട് ശക്തിയുള്ളവനാണ് അവിടുന്ന് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴിയായിട്ട് അവിടുന്ന് എല്ലാ തിന്മകളെയും തോൽപ്പിച്ചിരിക്കുന്നു.
ഇനി രണ്ടാമത് പറയുന്നു, അവന് 7 കണ്ണുകളുണ്ട്. 7 കണ്ണുകൾ. അപ്പോൾ കണ്ണുകൾ തീർച്ചയായിട്ടും അത് അറിവിനെയാണ് സൂചിപ്പിക്കുക. 7 കണ്ണുകൾ പൂർണ്ണ ജ്ഞാനത്തെ, പൂർണ്ണമായിട്ടുള്ള അറിവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സപ്താത്മാക്കളുള്ളവൻ എന്ന് യേശുവിനെക്കുറിച്ച് വെളിപാട് 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സർവജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഈ കണ്ണുകൾ. സക്കറിയ 4:10 ഒന്ന് എടുക്കാം. സക്കറിയ 4:10 ഞാനൊന്ന് വായിക്കാം. സെറുബാബേലിൻ്റെ കയ്യിലെ തൂക്കുകെട്ട് അവർ കാണും. ഈ 7 എണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിൻ്റെ 7 കണ്ണുകളാണ്. അപ്പോൾ ഈ കണ്ണുകൾ ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കണ്ണുകൾ. അതായത് നമ്മൾ 2-3 അധ്യായങ്ങളിൽ യേശു സഭകളെ മുഴുവൻ വിലയിരുത്തുന്ന നാം കണ്ടു. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ചൊഴിഞ്ഞിറങ്ങി അവരിലെ നന്മ തിന്മകളെല്ലാം വിവേചിച്ചറിയുകയും അവയെല്ലാം അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് തിന്മയിൽ നിന്ന് മാറാനായിട്ട് അവരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം അറിയുന്നവനാണ് ക്രിസ്തു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ അറിവിനെയാണ് 7 കണ്ണുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട സപ്താത്മാക്കളാണ് എന്നോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അപ്പം എന്തായിരിക്കാം അത് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, യേശു ഉത്ഥാനശേഷം തൻ്റെ ആത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ ചൊരിയുന്നത് നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാർ ആത്മാവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നതും ആത്മാവ് അവരുടെ മുകളിൽ അവരുടെ മേൽ അഗ്നിനാളത്തിൻ്റെ രൂപത്തിൽ ആവസിക്കുന്ന നാമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശക്തി തന്നെയാണ് അവരിലേക്ക് പ്രസരിക്കപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി അവരിലേക്ക് ചെല്ലുമ്പോൾ, കടന്നു വരുമ്പോൾ, അവർ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാനും അവരുടെ ജീവിതത്തെ നവീകരിക്കുവാനും അവർ ശക്തരായിട്ട് മാറുന്നു. അപ്പോൾ സഭാസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? തങ്ങളിൽ സന്നിധനായിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ തങ്ങളുടെ ജീവിതത്തിലുള്ള തിന്മകളെ ഒക്കെ വിവേചിച്ചറിഞ്ഞ് യേശുവിൻ്റെ പാതയിലേക്ക് നടക്കുവാനായിട്ടാണ് അവരെ യേശു ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ ഈ ഒരു ചിത്രം, കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, അതിന് 7 കൊമ്പുകളുണ്ട്, 7 കണ്ണുകളുണ്ട് എന്നതിൻ്റെ അർത്ഥം നമുക്ക് ലഭിച്ചു. ഞാനത് ഒന്നും കൂടി സംക്ഷിപ്തമായിട്ട് പറയാം. അപ്പോൾ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. തിന്മകളുടെ ശക്തികളുമായിട്ട് പോരാടി അവയെ തോൽപ്പിച്ച് അവിടുന്ന് ഉചിതനായിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ഈ ഒരു മാർഗം തന്നെയാണ് ദൈവജനത്തിന് മുമ്പിലുള്ളത് എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ ലോക ചരിത്രത്തെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുമ്പോൾ അവിടെ വ്യക്തമായിട്ട് യോഹന്നാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ മാർഗമാണ്. വേദനയിലൂടെ, കഷ്ടതകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു ചെന്നെങ്കിൽ മാത്രമേ അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 7-ാമത്തെ വാക്യം. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലം കൈയിൽ നിന്ന് ചുരുളെടുത്തു. അപ്പോൾ അവൻ ചെന്ന്, അപ്പോൾ ഈ ചുരുളെടുക്കുന്നത് തീർച്ചയായിട്ടും സിംഹാസനസ്ഥൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അതിന് കാരണം ഈ കുഞ്ഞാടാണ് ചരിത്രത്തിന് ഇനി അർത്ഥം കൊടുക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ സിംഹാസനസ്ഥൻ്റെ കയ്യിലിരിക്കുന്ന ചുരുൾ, അത് ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന, മനുഷ്യകുലത്തെ സംബന്ധിക്കുന്ന ദൈവ പദ്ധതികൾ തന്നെയാണ്. അത് ഇനി ഫലമേൽപ്പിക്കുന്നത് ഈ കുഞ്ഞാടിനെ തന്നെയാണ്. തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി യേശു അതിന് അർഹനായി തീർന്നിരിക്കുന്നു എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 8-ാമത്തെ വാക്യം. അവൻ ചുരുളെടുത്തപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ പ്രണമിച്ചു. ഓരോരുത്തരും കിന്നരവും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളം ദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും വഹിച്ചിരുന്നു. അപ്പോൾ ഇനി തുടർന്ന് കാണുന്നത് ഈ കുഞ്ഞാടിനുള്ള ആരാധനയാണ്. ആദ്യം 4 ജീവികൾ, പിന്നീട് 24 ശ്രേഷ്ഠന്മാർ കുഞ്ഞാടിനെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ കുഞ്ഞാട് ഇനി
ഈ ചരിത്രത്തിൽ പ്രപഞ്ചത്തിൽ അവിടെ നിർവഹിക്കാൻ പോകുന്ന കാര്യത്തെ പ്രതിയാണ് ഇവരെല്ലാം ആ കുഞ്ഞാടിനെ സ്തുതിക്കുന്നു, കുഞ്ഞാടിന് ആരാധന അർപ്പിക്കുന്നത്. ഇനി ആരാധനയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആരാധന സാധാരണ രീതിയിൽ യഹൂദരുടെ ഇടയിൽ ഒക്കെ നിന്നുകൊണ്ടായിരുന്നു അവർ പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നത്. ചില പ്രത്യേക അവസരങ്ങളിൽ അവർ മുട്ടുകുത്തിയും പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് വളരെ വിശേഷപ്പെട്ട വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ കുഞ്ഞാടിന് തങ്ങളെ രക്ഷിച്ച കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും തങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്ത കുഞ്ഞാടിനുള്ള ആരാധനകൾ അർപ്പിക്കുന്നത് നാം ഇവിടെ കാണുന്നു. പിന്നീട് ഇവിടെ സൂചിപ്പിക്കുന്നൊരു കാര്യം, ഓരോരുത്തരും കിന്നരവും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും വഹിച്ചിരുന്നു. കിന്നരങ്ങൾ നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകളിൽ ആരാധനകളിലൊക്കെ കുറച്ചുകൂടി ആഘോഷമാക്കുവാനായിട്ട് നാം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഈ കിന്നരങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടി കൊഴുപ്പ് കൂട്ടുവാനായിട്ടാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിലൊക്കെ പലയിടത്തും നമ്മൾ ഇത് കാണുന്നുണ്ട്. സങ്കീർത്തനം 33:2 ഒന്ന് എടുക്കാം. സങ്കീർത്തനം 33:2 കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. അപ്പോൾ കിന്നരങ്ങൾ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കിന്നരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ 6 കമ്പികളുള്ളതായിരിക്കും, അല്ലെങ്കിൽ 7 കമ്പികൾ, 9 കമ്പികൾ. ഇപ്പോൾ ഇവിടെ 10 കമ്പിയുള്ള വീണയെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ സന്തോഷാരവത്തോടെ ദൈവത്തെ, കുഞ്ഞാടിനെ പ്രകീർത്തിക്കുവാനായിട്ടാണ് ഇവർ ഇവിടെ തുനിയുന്നത്. അപ്പോൾ രക്ഷ സമാഗതമായി എന്നുള്ള സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രാർത്ഥനയിൽ, സ്തുതിപ്പുകളിൽ അവർ തങ്ങൾക്ക് ലഭിച്ച രക്ഷയെപ്രതി ദൈവത്തെ സ്തുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോരുത്തരും കിന്നരവും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും വഹിച്ചിരുന്നു. ഇനി വിശുദ്ധരെക്കുറിച്ച് കഴിഞ്ഞ നേരത്തെയും ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. വിശുദ്ധർ എന്ന് പറയുമ്പോൾ അത് ദൈവജനത്തെയാണ് സൂചിപ്പിക്കുന്നത്, ദൈവജനത്തെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിലൊക്കെ ദൈവജനത്തെ സൂചിപ്പിക്കുവാനായിട്ട് വിശുദ്ധർ എന്നുള്ള പദം നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിൽ സങ്കീർത്തനം 34:10, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 21. അതുപോലെ തന്നെ ആദിമസഭയിൽ നമ്മൾ ഇതുപോലുള്ള പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, അതുപോലെ തന്നെ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ വിശുദ്ധർ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവത്തോട് കൂടെ നിൽക്കുന്നവർ എന്നാണ് ഇതിന് അർത്ഥം. ഇനി വെളിപാടിൽ ഈ വിശുദ്ധർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി അർത്ഥവ്യാപ്തി ഉണ്ടെന്ന് നമുക്കറിയാം. വെളിപാടിൽ തീർച്ചയായിട്ടും യേശുവിനെ അനുഗമിക്കുന്നവരാണ് ഈ വിശുദ്ധർ, യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. ഇനി ഇവരെക്കുറിച്ച് പറയുന്നു, ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും സൽപ്രവൃത്തികൾ ചെയ്യുന്നവരുമാണ്. 11-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, അതുപോലെ തന്നെ 14-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ, 19-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നു ഈ വിശുദ്ധർ അവർ ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ. ഇനി അവരെക്കുറിച്ച് പറയുന്നു, ഇവർ തിന്മകളുടെ ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ്. അപ്പോൾ തിന്മകൾ ഇവരെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതിനെക്കുറിച്ചുള്ള സൂചനകൾ 13-ാം അധ്യായത്തിലുണ്ട്, 7-10 വാക്യങ്ങളിൽ. അതുപോലെ തന്നെ 16-ാം അധ്യായത്തിൽ, 17-ാം അധ്യായത്തിൽ, 18-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഒക്കെ നാം കാണുന്നു. പിന്നെ അവസാനമായിട്ട് ഇവർ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നവരുമാണ്. 20-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ, 21-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ നാം ഒക്കെ കാണുന്നു. അപ്പോൾ ഈ വിശുദ്ധർ യേശുവിനോട് കൂടെ നിൽക്കുന്നവർ, യേശുവിനെ പോലെ തന്നെ സഹനത്തിലൂടെ പീഡനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ, എന്നാൽ അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന ഇവർ അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരുന്നു എന്ന് നാം കാണുന്നു. ഇനി ഇവരെക്കുറിച്ച് പറയുന്നു, ഇവരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം. ഇപ്പോൾ പ്രാർത്ഥനകൾ പരിമളദ്രവ്യമായിട്ട് അത് സൂചിപ്പിക്കപ്പെടുന്നു. അതും പഴയ നിയമത്തിലൊക്കെ ചില ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ ഇവിടെ ഇപ്രകാരം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ ധൂപാർച്ചനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിമളദ്രവ്യം
അത് ധൂപാർച്ചനയായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് അർപ്പിക്കുമ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്നാണ് അവർ അർത്ഥമാക്കിയിരുന്നത്. അപ്പോൾ അവരുടെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളുടെ ദൃശ്യ അടയാളങ്ങളാണ് ഈ പരിമള ദ്രവ്യത്തിൽ നിന്ന് ഉയരുന്ന ധൂപവുമൊക്കെ. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം, ഈ പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടുന്നത് പഴയ നിയമത്തിലുള്ള ഒരു ചിന്തയാണ്. വിശുദ്ധരുടെ ഒക്കെ പ്രാർത്ഥനകൾ അത് മാലാഖമാരും വിശുദ്ധരുമൊക്കെ ചേർന്നാണ് ആ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥരായിട്ട് ഈ മാലാഖമാരും വിശുദ്ധരും ഒക്കെ വർത്തിക്കുന്നു. അപ്പോൾ ഇവർ വഴിയായിട്ട് ഈ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളുടെയും ലക്ഷ്യം എന്താണ്? തങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്ത ആ കുഞ്ഞാടിന്, ക്രിസ്തുവിന്, കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് തങ്ങളുടെ സ്തുതികളും സ്തോത്രവും അർപ്പിക്കുന്നു. ഇനി ഈ ഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും വണക്കം.